ഹായ്, ചാനൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അവസാനത്തേക്ക് ഞാൻ അതിൻ്റെ ആ സിസ്റ്റത്തെ പറ്റിയൊക്കെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് ആ ഒരു സങ്കടമായിരിക്കും. എൻ്റെ തക്കാളി ആണല്ലേ, ഇത്രയും വലിയ തക്കാളിയായിരുന്നു. ഞാൻ മുട്ട കൊടുത്തു, പക്ഷെ എന്നാലും അവന് ഒടിഞ്ഞു പോയി. കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യല്. കാരണം എല്ലാ കർഷകരും കൃത്യമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. കാരണം ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. എല്ലാ കർഷകരും, ഞാൻ പറഞ്ഞ നമ്മുടെ അടുക്കളമുറ്റം മാത്രം ചെയ്യുന്നവരല്ല, വലിയ വലിയ കർഷകരായാലും മറ്റേ എല്ലാ കർഷകരും കൃത്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. പറ്റുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. ഇപ്പോൾ സാധിച്ചാൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റോട് കൊള്ളുക. ഓക്കെ, ബൈ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ പറയും നമുക്ക് വീട്ടിൽ മണ്ണില്ല, അല്ലെങ്കിൽ നമുക്ക് സ്ഥലമില്ല, ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, എനിക്ക് ചീര പോലും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതുണ്ടോ, ഞാനൊരു ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചീര. ഇതുണ്ടോ, എന്തോരം ചീര നോക്കി, നിറയെ ഒരു ഗ്രോ ബാഗിനകത്താണ് ഇതേപോലെ ചീര തീങ്ങി നടന്നിരിക്കുന്നത്. അത് നല്ല ബുഷായിട്ട് നമുക്കിത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ സമയമായി. ഇത് കട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ അടിയിലേക്ക് ഇഷ്ടംപോലെ പുതിയ നാമ്പുകൾ വന്ന് ഈ ചീര ചീരയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഒറ്റ തമാശ കൂടാതെ A മുതൽ Z വരെയുള്ള എല്ലാ വൈറ്റമിൻസും അടങ്ങിയിരിക്കുന്ന ചീര. അപ്പോൾ ചീര എല്ലാ ദിവസവും നമ്മുടെ ആഹാരത്തിനോടൊപ്പം ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും എപ്പോഴായാലും നമ്മൾ ചീര ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അധികം ശരീരത്തിന് ഗുണമാകുന്ന വൈറ്റമിൻസ് എല്ലാം കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് ചീര. അതും ജൈവ രീതിയിലാണ്. ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന ചാണകവും ഗോമൂത്രവും കൂടി കടലപ്പിണ്ണാക്കോട് കൂടി ഒരു ടാങ്കിൽ മിക്സ് ചെയ്തിട്ട് ആഴ്ചയിലൊരിക്കൽ അതിൻ്റെ 1 ലിറ്റർ എടുത്തിട്ട് 10 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്താണ് ഞാനിത് ഈ ചീരനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആനക്കൊമ്പം വെണ്ടയാണ്. അപ്പോൾ ഈ വെണ്ടേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഒരു ചുമന്നതും ഒരു പച്ചയോട് കൂടി ഒരുമിച്ച് നട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ ഗ്രോ ബാഗാണ്, നമുക്കൊന്നും അധികം സ്ഥലമൊന്നുമില്ലല്ലോ. അപ്പം ഒരേപോലെ നമുക്ക് 2 ഉൽപ്പന്നങ്ങൾ, ഇവിടുന്ന് ഒന്ന് ഞാൻ പറിച്ചു, ഇവിടുന്ന് പറിച്ചു, ഇവിടുന്ന് പറിച്ചു, ഇവിടുന്ന് പറിച്ചു, ഇവിടെ പറിച്ചു. അപ്പം നമുക്ക് ഒരു ഗ്രോ ബാഗെന്ന് പറയാൻ പോലും പറ്റില്ല. ഇത് റോഡ് പണിക്ക് PWകാർ കൊണ്ടുവന്ന സിമിലിയാക്ക് അവർ കട്ട് ചെയ്തപ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെ ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് പച്ചക്കറി ചെയ്യുവാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത ധാരാളം പച്ചക്കറികൾ നമുക്ക് ലഭിക്കും. അപ്പം നമുക്ക് എന്താ പറയുക, അസുഖമില്ലാത്ത ഒരു നല്ല ഒരു 90ാമത്തെ വയസ്സിലും നമ്മൾ തന്നെ നമ്മുടെ കാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ജൈവ രീതിയിലുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പം കണ്ടില്ല, അവിടെ തക്കാളി ഇതാ പഴുത്തിരിക്കുന്നില്ലേ, അത് ലാസ്റ്റ് തീർന്നു. ഞാൻ പറിച്ച് തീരാറായ തക്കാളിയാണ്. ഇതെല്ലാം പോയിരിക്കുവാണ്. ഇനിയിപ്പോൾ അങ്ങ് പറിച്ചാൽ നമുക്ക് നേരെ കൊണ്ട് മീൻ കറിയോ നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ നമുക്ക് സാമ്പാറോ ഏതിലൊക്കെ കിട്ടാൻ മതി. ഒരു കെമിക്കലില്ലാത്ത നല്ല ജൈവ രീതിയിലുള്ള അടിപൊളി തക്കാളിയാണ്. അപ്പോൾ ഇത് നമുക്ക് പച്ചയ്ക്ക് എടുത്ത് കഴിക്കാം, അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങളെ ഇതുവരെയും കുറേ സമയമായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. ഞാൻ കാര്യം പറയാൻ ഇതുവരെയും പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് നമ്മൾ pH നോക്കുന്ന മെഷീൻ. ഈ മെഷീൻ്റെ ഫുൾ പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ മണ്ണിലേക്ക് അങ്ങ് കുത്തി കഴിയുമ്പോൾ ഇതിൻ്റെ pH എനിക്ക് കൃത്യമായിട്ടറിയാം. 7.5 ഇതിൻ്റെ pH എനിക്ക് വന്നിരിക്കുന്നത്. ഇത് ഞാനിവിടെ ചീര നട്ടിരിക്കുകയാണ്. അപ്പം അറിയാം, ഈ ചീര നടുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ചുമന്ന ചീരയും പച്ച ചീരയും ഒരുമിച്ച് അങ്ങ് നടുക. അപ്പോൾ കീടബാധ നമുക്ക് ഒരിക്കലും പറ്റില്ല. കേട്ടോ, തിങ്ങി നിറഞ്ഞ് ഞാൻ ഇവിടെ ആളുകൾ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്ന ഫ്ലെക്സ് എടുത്തിട്ട് ടെറസിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഒക്കെ ഇട്ട് പോട്ടിംഗ് മിക്സ് മിക്സ് ചെയ്തിട്ട് വളർത്തുന്ന ചീരയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതേ ബുഷായിട്ട് ഈ ചീര വളരണം. കണ്ടാൽ തന്നെ എനിക്കറിയാം, മറ്റൊരു രാസവളങ്ങൾ ഞാൻ ഉപയോഗിക്കില്ല. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം ഈ ചീരയെ നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ
വളരെ സിമ്പിളാണ്. ഗ്രോ ബാഗിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. നമുക്ക് ചീര എല്ലാ ദിവസവും നമ്മുടെ ആഹാരത്തോടൊപ്പം ചീര നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇതേപോലെ ചെറിയ ഫ്ലെക്സോ അല്ലെങ്കിൽ ടയറോ അല്ലെങ്കിൽ ഗ്രോ ബാഗോ അല്ലെങ്കിൽ ചാക്കോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചീര വളർത്തിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ നിങ്ങൾ ഫ്ലാറ്റിലായാലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളില്ല എങ്കിലും വളരെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇതേപോലെ ചീര ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഈ മെഷീൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഈ മെഷീനെ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. ഇത് നമ്മൾ മണ്ണിലെ pH ലെവലാണോ, കൃഷിക്ക് യോഗ്യമാണോ നമ്മുടെ മണ്ണ്, നമ്മുടെ വിളവുകൾ ഒക്കെ ആകണമെങ്കിൽ അത് കൃഷി കൃത്യമായിട്ട് നമുക്ക് ഉൽപ്പാദനം ലഭിക്കണമെങ്കിൽ, നമ്മുടെ വിളവുകൾ വളരെ അധികം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ pH വാല്യൂ നമ്മൾ നോക്കണം. അപ്പം ഇതിന് വലിയ പൈസ ഒന്നുമില്ല, 10-550 രൂപ കൊടുത്താൽ ഇത് നമുക്ക് വാങ്ങാൻ പറ്റും. കമ്പനിയുടെ പേര് ഞാൻ പറയില്ല. ഞാൻ പറയാത്തതിൻ്റെ കാരണം വെച്ചാൽ മറ്റുള്ളവർ വിചാരിക്കും ഞാനിത് ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് കമ്പനിയുടെ പേര് ഓൺലൈനിൽ കയറിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്നത് നമുക്ക് ചെടികൾക്ക് എത്രമാത്രം സൂര്യപ്രകാശം ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ കാണിക്കുന്നുണ്ട്. ആ സംഖ്യകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജലം എത്രമാത്രം നമ്മുടെ ചെടികൾക്ക് അല്ലെങ്കിൽ പച്ചക്കറികൾക്ക് അല്ലെങ്കിൽ തെങ്ങിന് അല്ലെങ്കിൽ പ്ലാവിന് എത്രമാത്രം ജലം കിട്ടിയെന്നുള്ളതാണ്. ഏറ്റവും അടിയിൽ കാണിക്കുന്നതാണ് നമ്മുടെ pH, നമ്മുടെ മണ്ണിൻ്റെ pH. ഇതാ ഞാൻ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ മണ്ണിൻ്റെ pH ആണ്. ഇതുണ്ട് 7.5. ഈ 7.5 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ മണ്ണ് പച്ചക്കറികൾ വളരാൻ വേണ്ടി അതിവിദഗ്ധമായിട്ട് തയ്യാറായിരിക്കുന്ന മണ്ണാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ pH നോക്കുവാൻ വേണ്ടി എല്ലാ കർഷകരും ഇതേപോലത്തെ ഒരു മെഷീൻ വാങ്ങി ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് റിസൾട്ട് നമുക്ക് ലഭിക്കണമല്ലോ. ഇതുണ്ട് ഈ പച്ചമുളകല്ലേ, നമുക്ക് റിസൾട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ pH നമുക്ക് കൃത്യമായിരിക്കണം. ഇതാ ഈ പച്ചമുളകിൻ്റെ വലിപ്പം നോക്കിയേ, ഇതിനൊക്കെ pH 7.5 നിൽക്കുന്നത്. ഇതാ ഇതിന് 7.5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ ആണ്. 10 നമ്മുടെ pHൻ്റെ വാല്യൂ മൊത്തം. അതിൽ 7.5 നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ, അപ്പം ഈ pH നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായി മണ്ണിനെ കുമ്മായം വെച്ചോ അല്ലെങ്കിൽ ഡോളോമെറ്റ് വെച്ചോ അല്ലെങ്കിൽ പച്ചക്കക്ക വെച്ചോ നമ്മൾ മണ്ണിനെ ട്രീറ്റ് ചെയ്തെടുത്തിരിക്കണം. അങ്ങനെ ട്രീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഈ pH വാല്യൂ നമുക്ക് കറക്റ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. pH കറക്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്നിടത്തുനിന്ന് നമുക്ക് 100% റിസൾട്ട് നമുക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ ഇതാണ് ഈ കുഞ്ഞൊരു പച്ചമുളകയിൽ വളരുന്ന പച്ചമുളകാണ്. കുഞ്ഞൊരു പച്ചമുളക് ഗ്രോ ബാഗിൽ കുഞ്ഞൊരു പച്ചമുളകാണ്. ഇവിടെ ഇതാ പുതിയ തക്കാളീൻ്റെ തൈ വളർന്ന് 4 ഇലയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ തക്കാളി ഇവിടുന്ന് പറിച്ചു കഴിയുമ്പോഴത്തേനും ഇവിടെ പുതിയ തക്കാളി നമുക്ക് വിളവ് തരും. അപ്പം ആ രീതിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതെൻ്റെ ഒരു ക്യാബേജിൻ്റെ ഇതായിരിക്കുകയാണ്. ഇവരെല്ലാം ക്യാബേജ് ആണ്. കോളിഫ്ലവറൊക്കെ കുറേ കോളിഫ്ലവർ പറിച്ചു. ഞാനിത് നേരത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും നമുക്കാവുന്ന രീതിയിൽ നമ്മുടെ ചെറിയ സൗകര്യത്തിലായാലും നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അപ്പം നമുക്ക് ജൈവ രീതിയിലുള്ള പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാനും പറ്റും. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.